കുഞ്ഞിമണികളെ, കഥ കേൾക്കാൻ റെഡിയാണോ? ഇന്നത്തെ നമ്മുടെ കഥയുടെ പേരെന്താണെന്നറിയോ? ചക്ക, മാങ്ങ, പിന്നെ അമ്മമ്മ. ഇതെന്ത് പേരെന്നല്ലേ? കഥ കേട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് നമ്മള് ഈ കഥയ്ക്കിട്ടതെന്ന്. പണ്ട് നമ്മുടെ അമ്മമ്മ ഒരു കുഞ്ഞു പെൺകുട്ടിയായിരുന്നു. ആ സമയത്ത് ഒരു കുഞ്ഞു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ആ വീടിന് ചുറ്റും വലിയ ഒരു പറമ്പുണ്ടായിരുന്നു. ഒരു കുഞ്ഞു വീടും വലിയ പറമ്പും. ആ പറമ്പിൽ വലിയ പ്ലാവും നല്ല മാവും ഉയരത്തിൽ നിൽക്കുന്ന തെങ്ങുകളും വാഴകളും ഒക്കെ ധാരാളം ഉണ്ടായിരുന്നു. അന്നേ ആളുകൾ കടയിൽ നിന്നും പഴങ്ങളും പച്ചക്കറികളും അധികം വാങ്ങാറില്ലായിരുന്നു. അവരുടെ ഭക്ഷണം തങ്ങളുടെ പറമ്പുകളിൽ നിന്ന് തന്നെയായിരുന്നു അവർ കൂടുതലായും കണ്ടെത്തിയിരുന്നത്. പഴങ്ങളും പച്ചക്കറികളും ഒക്കെ സ്വയം നട്ടു നനച്ചുണ്ടാക്കുന്നത് അന്ന് വളരെ സാധാരണമായ കാര്യമായിരുന്നു. പറമ്പിൽ മാവും പ്ലാവും കശുമാവും വാഴയും തെങ്ങും ഒക്കെ ഉണ്ടാവും. അതുകൂടാതെ ചേനയും ചേമ്പും വെണ്ടയും പാവലും കോവലും പടവലവും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പൊ പിന്നെ അധികം സാധനങ്ങളൊന്നും പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. തേങ്ങയും വാഴപ്പഴവും വർഷം മുഴുവൻ കിട്ടും. മാങ്ങയും ചക്കയും കൂടുതൽ കിട്ടുന്നത് വേനൽക്കാലത്തും. വേനൽക്കാലം അതായത് നമ്മുടെ സമ്മർ ടൈം. വേനൽക്കാലം വന്നാൽ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് മാങ്ങ പെറുക്കുക എന്നത്. രാവിലെ എഴുന്നേറ്റ ഉടൻ അവർ മാവിൻ ചുവട്ടിലേക്ക് ഓടും. ഇന്ന് മാമ്പഴം വീണോ എന്നായിരിക്കും പലരുടെയും ആകാംക്ഷ. മാമ്പഴം വീഴുമ്പോൾ അതെടുക്കാൻ കുട്ടികൾ ഓടിയെത്തും. ആ മാമ്പഴങ്ങൾക്ക് തേൻ പോലെ മധുരമായിരുന്നു. എന്നാൽ കാലം കടന്നുപോയി. ആ ചെറിയ പെൺകുട്ടി വലുതായി, അമ്മയായി, പിന്നെ എല്ലാവർക്കും പ്രിയപ്പെട്ട അമ്മമ്മയായി. ഇപ്പോൾ അമ്മമ്മ താമസിക്കുന്നത് നഗരത്തിലെ ഒരു വീട്ടിലാണ്. വീട് വലുതാണ്, പക്ഷേ ചുറ്റുമുള്ള സ്ഥലം ചെറുതാണ്. അവിടെ പറമ്പില്ല, പ്ലാവില്ല, മാവില്ല, തെങ്ങില്ല, വാഴയുമില്ല. പ്രകൃതിയിൽ നിന്നും എല്ലാവർക്കും ഫ്രീ ആയി കിട്ടിയിരുന്ന മാങ്ങയും ചക്കയും ഒക്കെ ഇന്നിപ്പോ നമ്മൾ വലിയ വില കൊടുത്തല്ലേ വാങ്ങുന്നത്. അത് അമ്മമ്മയ്ക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. എന്നാലും കുഞ്ഞുനാളിൽ താൻ കഴിച്ച നാടൻ പലഹാരങ്ങളുടെ രുചിയൊക്കെ മനസ്സിൽ അങ്ങനെ തങ്ങി നിൽക്കുന്നത് കൊണ്ടും എവിടെയെങ്കിലും നല്ല ചക്കയോ മാങ്ങയോ ഒക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കണ്ടാൽ അമ്മമ്മ ഉറപ്പായും അത് വാങ്ങും. വാങ്ങി വീട്ടിലെത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാഘോഷമാണ്. ചക്ക കിട്ടിയാൽ അമ്മമ്മ ചക്ക ഉപ്പേരി ഉണ്ടാക്കും. ചക്ക അവിയൽ, ചക്ക പായസം, ചക്ക ഹൽവ, ചക്ക വരട്ടിയത്, അങ്ങനെ എന്തെല്ലാം രുചികരമായ വിഭവങ്ങൾ. മധുരമുള്ള മാങ്ങ കിട്ടിയാലോ അമ്മമ്മ അത് ധാരാളം മുറിച്ച് വലിയ പാത്രത്തിൽ വെച്ച് മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ കൊടുക്കും. ചിലപ്പോൾ അത് വെച്ച് നല്ല മധുരമുള്ള മാമ്പഴ ജ്യൂസും ഉണ്ടാക്കും. പിന്നെ മാമ്പഴ പായസവും. ഓർക്കുമ്പോൾ തന്നെ കൊതി വരുന്നു. ഇനി നേന്ത്രക്കായ കിട്ടിയാലോ? നല്ല കറുമുറെ കുറിക്കാനായി കായുപ്പേരി ഉണ്ടാക്കും. പിന്നെ ശർക്കര വരട്ടിയും ഉണ്ടാക്കും. ഇനി നേന്ത്രക്കായ നന്നായി പഴുത്തു തുടങ്ങിയാൽ നല്ല ഒന്നാം തരം ചൂട് പഴംപൊരിയും ഉണ്ടാക്കും. ഇനി ചെറിയ പഴമാണെങ്കിലോ അതുകൊണ്ട് അമ്മമ്മ രുചിയുള്ള പഴക്കേക്കും ഉണ്ടാക്കും. ഈ ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്നും അമ്മമ്മയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ല. അമ്മമ്മ ഭക്ഷണം വളരെ കുറച്ചേ കഴിക്കാറുള്ളൂ. പക്ഷേ എല്ലാവർക്കും നല്ല രുചികരമായിട്ടുള്ള പലഹാരങ്ങളും ഭക്ഷണ വിഭവങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അമ്മമ്മയ്ക്ക് ഏറ്റവും വലിയ സന്തോഷം. അമ്മമ്മയുടെ കൊച്ചുമക്കൾക്ക് ഒരു കാര്യം നന്നായി അറിയാം. ഏത് ദിവസമായാലും അമ്മമ്മയുടെ വീട്ടിൽ ചെന്നാൽ അവർക്കായി എന്തെങ്കിലും രുചിയുള്ളത് കാത്തിരിക്കും. കാരണം അമ്മമ്മയുടെ കൈപുണ്യത്തിൽ ഭക്ഷണം മാത്രമല്ല ഉണ്ടാകുന്നത്, അതിൽ നിറഞ്ഞിരിക്കുന്നത് നിറയെ സ്നേഹമാണ്. കുഞ്ഞുമണികളെ, ഇതാണ് ഇന്നത്തെ കഥ. ഇനി പറയൂ, നിങ്ങളുടെ അമ്മമ്മ എന്തൊക്കെ വിഭവങ്ങളാണ് നിങ്ങൾക്കുണ്ടാക്കി തരുന്നത്? അതറിയാൻ ഞാൻ കാത്തിരിക്കും കേട്ടോ. ഇന്നത്തെ കഥയോടൊപ്പം നമുക്ക്
കൂട്ടുകാരുടെ പേരുകൾ പറയാനുണ്ട്. മാഗ്ലിൻ, അഷ്ന സലാം, നൈറ, ഈശ്വർ പയ്യനാടൻ, മാധവ് കിച്ചു, മഹാദേവ്, ജന്ന, ജെയ്ദ, ജോന. പിറന്നാൾ കുട്ടികളുടെ പേരുകൾ കൂടി പറയട്ടെ. ഇഷാൻ പ്രശാന്ത്, റെസ ഫാത്തിമ, ഇല മനു, ധ്വനി വിഷ്ണു, ജാനകി, വിശ്രുത് നായർ. സ്നേഹമറിയിച്ച ചക്കര കുട്ടികളെ, നിങ്ങൾക്ക് ചക്കരയുമ്മ. പിറന്നാൾ കുട്ടികൾക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകളും. അപ്പോൾ അച്ഛനമ്മമാരെ, കഥയോടൊപ്പം കുഞ്ഞുങ്ങളുടെ പേരുകൾ കൂടി പറയാൻ എന്ത് ചെയ്യണമെന്നറിയാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കാൻ മറക്കല്ലേ. അതൊന്ന് വായിച്ചു നോക്കണേ. അതിലെല്ലാ കാര്യങ്ങളും കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു കഥയുമായി കാണാം.